സ്വരാജിനെ അദ്ദേഹം പറഞ്ഞു എൻ്റെ സ്വന്തം സ്വരാജാണ്. എം മുകുന്ദനെ പോലെ ഒരു സാഹിത്യകാരനെയും കലാകാരനെയും നമുക്ക് താരതമ്യം ചെയ്യാനില്ല ഇപ്പോഴും മലയാളത്തിൽ, നോവൽ സാഹിത്യ മേഖലയിൽ പ്രത്യേകിച്ച്. തുറന്നെഴുത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നത്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ സ്വന്തം സ്വരാജ് എന്നാണ്. ഞാൻ ഇനി കൂടുതൽ പേര് പറയുന്നത് 2 പേര് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇന്നലെ ആ സംഗമത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് സാഹിത്യകാരന്മാരും കലാകാരന്മാരും സ്വരാജിനെ നെഞ്ചേറ്റുന്ന നിലയാണ് സ്വീകരിച്ചത്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്കാലത്തെയും ഈ കേരളം ആദരിക്കുന്ന കലാകാരി, സിനിമ, നാടക മേഖലയിലുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളോടൊപ്പം ചേർന്ന് നിലമ്പൂരിനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച നിലമ്പൂർ ആയിഷ. അവര് അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസുകാരുടെ പൊതു നിലപാടെന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വി ഡി സതീശൻ തന്നെയാണ് വ്യക്തമാക്കിയത്. കാരണം ഇവരെല്ലാം എന്തോ പ്രതിഫലം പറ്റിയിട്ടാണ്. അതിപ്പോൾ വൈശാഖ മാഷ് ഉൾപ്പെടെ ശക്തിയായിട്ട് അതിനെ എതിർത്ത് ഇന്ന് വിശദീകരിച്ചിട്ടുണ്ട്, ഇന്നലെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും സാഹിത്യകാരന്മാരോട്, കലാകാരന്മാരോട് എടുക്കുന്ന നിലപാടെന്താണ് എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സമീപനമാണ് വി ഡി സതീശൻ തന്നെ വ്യക്തമാക്കിയത്. അത് ഞാൻ പറഞ്ഞതുപോലെയാണ്, പ്രതിഫലം പറ്റി പ്രവർത്തിക്കുന്നവരാണ്, അവരാണ് സ്വരാജിനു വേണ്ടി വാദിക്കുന്നത് എന്നാണ്. സ്വരാജിന് വേണ്ടി വാദിച്ചത് ശരിയോ എന്ന് ചോദിക്കുന്ന ചിലർ ഉണ്ടായിട്ടുണ്ട്. അത് മനോരമയുടെ ഇന്ന് ഒരു വാർത്ത പരസ്പരം ഒരുപോലെ ആവണമല്ലോ, അതിനുവേണ്ടി കൊടുത്തതാണ്. ആ കൊടുത്ത പേര് മഹാനായ ഒരു എഴുത്തുകാരന്റെ പേര് കൂടിയാണ്. ഞാനതിന്റെ വിശദീകരണത്തിലൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വരാജിനു വേണ്ടി സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ മുഴുവൻ രംഗത്തിറങ്ങി. ഇവിടെയുള്ളവർ ഇവിടെ നിന്നും മറ്റുള്ളവർ അവരുടെ മേഖലയിൽ നിന്നും സ്വരാജിനു വേണ്ടി ഫലപ്രദമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിലുള്ളത്. അതിനെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയുള്ള മനുഷ്യത്വരഹിതമായ സാമൂഹ്യ ബോധത്തെ അതിശക്തിയായ രീതിയിൽ വെല്ലുവിളിക്കുന്ന ചില സൈബർ ആക്രമണങ്ങളാണിപ്പോൾ നിലമ്പൂർ ആയിഷയ്ക്കെതിരെ വന്നിട്ടുള്ളത്. അവർക്ക് മാത്രമെതിരായിട്ടല്ല, എല്ലാവർക്കും എതിരായിട്ട് വന്നിട്ടുള്ളത്. അതൊക്കെ ഈ കേരളം, ഉത്ബുദ്ധ കേരളം ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് സംബന്ധിച്ചത്. പക്ഷേ ഇതിലിപ്പോൾ നിലമ്പൂർ ആയിഷ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞതേ, അറിയിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നത് മാത്രമല്ല, വെടിയുണ്ടകളെ നേരിട്ടിട്ടുണ്ട്, എന്നിട്ട് തോറ്റിട്ടില്ല. അവര് നാടകാഭിനയത്തിന് പോയപ്പോൾ തന്നെ അതിശക്തിയായിട്ടുള്ള സാമൂഹിക എതിർപ്പായിരുന്നു അന്നും. ഇന്നത്തെ പോലെയല്ല. അന്ന് അതുപോലെ കല്ല്, അതുപോലെ മറ്റു മാരകായുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത്. ആ ആക്രമത്തെയൊക്കെ അതിജീവിച്ചവർക്ക് ഇപ്പോഴും ഇന്നത്തെ പരിസ്ഥിതിയിൽ, ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ സൈബർ ആക്രമണം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അവജ്ഞതയോടെ തള്ളിക്കളയുന്നു എന്ന് പറയുന്ന അവരുടെ ആ ഒരു നിലപാടുണ്ടല്ലോ, അതാണ് അതിന്റെ ഊർജ്ജസ്വലമായ ഏറ്റവും ശക്തമത്തായ കരുത്തുള്ള പ്രതികരണം. സമയവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് സർക്കാർ. പരിശോധിക്കാൻ പറഞ്ഞല്ലോ. പക്ഷെ പിന്നെ കത്തോലിക്ക കോൺഗ്രസ് സമയതാണെന്ന് ഞാൻ പോയിട്ടുണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ ഓഫീസിൽ ആരൊക്കെ. പക്ഷെ അവരൊന്നുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഞാനത് ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വ്യക്തമാക്കി നിങ്ങൾ എന്താ കൊടുക്കാത്തത്? ഞാനതാ പറയുന്നത്. ഞങ്ങൾ LDF എടുക്കുക മാത്രമല്ല, LDFുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ടൊരു ഐക്യം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിൽ വെറുതെ ആവശ്യമില്ലാതെ ചിത്രമെടുത്തോണ്ട് എന്റെ മുമ്പിൽ ആരെല്ലാം വന്ന് നിങ്ങളെല്ലാം വന്ന് ചിത്രം എടുക്കുന്നില്ലേ? നിങ്ങളെല്ലാം ക്രിമിനൽ കേസ് പെട്ട ഉടനെ എന്റെ പേരും വെച്ചിട്ട് ഞാനിതാ ഞാൻ ഫോട്ടോ എന്ന് പറയുന്ന കാര്യമുണ്ടോ? അതൊക്കെ വെറുതെ പറയാണെന്ന് ഞാനതിലേ പറയുന്നത്. അവർ പറയുന്ന നോക്കിയില്ല, നമ്മൾ നിലപാട് സ്വീകരിക്കുക. ഞങ്ങൾക്ക് നിലപാട് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോ ഒരു TV-കാരൻ പറഞ്ഞല്ലോ, 18 തന്നെയാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? RSകാരുടെയും നയം മാറ്റിയാൽ വരുന്ന ആ പറഞ്ഞ ഇപ്പൊ ശരിയാ. നയവും നിലപാടും മാറ്റിയാൽ ഞങ്ങളോട് സഹകരിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഭൂമുഖത്തില്ല. എന്ത് വേണം? നയവും നിലപാടും മാറ്റണം. ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാടിലേക്ക്, നയത്തിലേക്ക് എത്തിയാൽ ഞങ്ങളെന്തിനാണ് ആരെയെങ്കിലും ഒഴിവാക്കേണ്ട കാര്യം? ആര് ആ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് വന്നാലും എടുക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതിന് കൃത്യമായ വ്യാഖ്യാനമാണ് വിശദീകരിക്കുന്നത്. കാരണം അത് വായിച്ചാൽ ശരിയാതെ തോന്നുന്നു. RS കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. ഒരു സാധ്യതയില്ല. എപ്പോഴും ഇന്ന്. എന്നാൽ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലപാടും നയവും മാറ്റിയാൽ ആർക്കാവുന്നുകൂടാതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടണം. പക്ഷേ ഈ LDF സ്ഥാനാർത്ഥിക്കെതിരെ ആശമാർ പ്രതിഷേധം. എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ന്യൂസ് 18 നൽകിയ ഒരു വാർത്ത എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരണം നടത്തിയത്. നയം മാറ്റി ആര് വന്നാലും കൂടെ കൂട്ടുമെന്ന് ഇന്നലെ എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു എന്ന് ന്യൂസ് 18 വാർത്ത നൽകി. അതിലെ 1% ആശമാരാണ്. കൃത്യമായിട്ട് ഞാൻ പറയും, 1% ആശമാരാണ്. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം കോൺഗ്രസിന്റെ സമരമാണ്. അത്രയും ഞങ്ങളെ കൂടെ കാണുന്നുള്ളൂ. അവരുയർത്തിയിട്ടുള്ള മുദ്രാവാക്യം ശരിയാണ്, അതിന് ആരും എതിർത്തില്ല. ഞങ്ങൾ അന്നും എതിർത്തില്ല, ഇന്നും എതിർത്തില്ല. പക്ഷെ കേന്ദ്രത്തിനെതിരായിട്ടാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കെതിരായിട്ടുള്ള അവരുടെ BJP ക്കെതിരായിട്ടാണ് പറയേണ്ടത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായ ധാരണയുണ്ട്. ഏറ്റവും കൂടുതൽ ആശമാർക്ക് പൈസ കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അലവൻസ് കൊടുക്കുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ. എന്നിട്ട് സമരം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ കളി കളിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആ കളിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് യാതൊന്നും തന്നെ പറയാനില്ല. അദ്ദേഹം വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എത്തി പ്രതികരിക്കുകയായിരുന്നു. ഇത്തവണ ആശമാരുടെ ചോദ്യം, അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനു കൂടി മറുപടി പറയാൻ തിരികെ എത്തിയതായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ന്യൂസ് 18 ഇന്നലെ നൽകിയ ആര് ഇത്തരത്തിൽ നിലപാട് മാറ്റി നയം മാറ്റി വന്നാലും സ്വീകരിക്കും എന്ന തരത്തിൽ ന്യൂസ് 18 നൽകിയ വാർത്ത അത് അതെ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അത്തരത്തിൽ തന്നെ എടുത്തോളൂ, തൻ്റെ പ്രസ്താവന അത്തരത്തിൽ തന്നെ വായിച്ചെടുത്തോളൂ എന്ന് വീണ്ടും പറഞ്ഞു വെക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ. എന്തായാലും പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള അഖിലേന്ത്യാ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കുമോ, പരസ്യ നിലപാട് ജനങ്ങളോട് പറയണമെന്ന അഭ്യർത്ഥനയുമുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. അത്തരത്തിൽ ഇപ്പോൾ നിലമ്പൂരിൽ ചർച്ചയാകുന്ന വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി. അപർണ കുറുപ്പ് അല്പസമയത്തിനകം നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേരും. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ഇതിനോടകം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കുകയാണ്, പ്രചാരണ ആയുധമാക്കുകയാണ് LDF നിലമ്പൂരിൽ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള അഖിലേന്ത്യാ കോൺഗ്രസിന്റെ നിലപാട് അത് വ്യക്തമാക്കുമോ, പരസ്യ നിലപാട് ജനങ്ങളോട് പറയണമെന്ന അഭ്യർത്ഥനയുണ്ട് എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ പ്രാമുഖ്യമായും ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം. മറ്റൊന്ന്, സ്വരാജിന് എഴുത്തുകാരുടെ പിന്തുണ ലഭിക്കുന്നതിൽ അത് പ്രതിഫലം പറ്റിയിട്ടാണെന്ന പ്രതിപക്ഷ നിലപാട് അത് മനുഷ്യത്വരഹിതമായ നിലപാടാണ് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊന്ന്, നിലമ്പൂർ ആയിഷയ്ക്കെതിരെ ഇപ്പോൾ UDF സൈബർ ആക്രമണം നടത്തുന്നു. അത് വളരെ മോശമായ, അതീവ മോശമായ കാര്യമാണ്. ഇത്തരത്തിൽ പിന്തുണയ്ക്കുന്ന കലാകാർക്കെതിരെ, എഴുത്തുകാർക്കെതിരെയൊക്കെ അധിക്ഷേപം നടത്തുന്നത് വളരെ മോശകരമായ കാര്യമാണ് എന്നുകൂടി എം വി ഗോവിന്ദൻ പറയുകയുണ്ടായി. മറ്റൊന്ന്, ഹിന്ദു മഹാസഭയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് അത്തരത്തിലൊരു ബന്ധവും LDFന് ഹിന്ദു മഹാസഭയുമായി ഇല്ല. അത്തരത്തിലൊരു രാഷ്ട്രീയ ചങ്ങാത്തത്തിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ ചർച്ച നടന്നിട്ടോ ഇല്ല എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ RSS നയം മാറ്റി വന്നാലും ഒപ്പം കൂട്ടും എന്ന തരത്തിൽ അദ്ദേഹം ഇന്നലെ സംസാരിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ന്യൂസ് 18 വാർത്ത നൽകുകയും ചെയ്തു. ആ വാർത്തയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണം കൂടി, അത് ശരിയാണ് എന്ന തരത്തിൽ ഒരു പ്രതികരണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്.